ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരത്തെ മേഡം കീറിക്കളഞ്ഞ എഗ്രിമെന്റ് 30% ആയിരുന്നു. ഇപ്പോ അതല്ല എന്റെ ഡിമാൻഡ്. 45%. നീ പറഞ്ഞ ക്ലബിലൊക്കെ ഞാൻ അന്വേഷിച്ചു. നീ അവിടെ പോയിട്ടില്ല. കള്ളം പറയുമ്പോ നോക്കിയൊക്കെ പറയണ്ടേ? പറയടി, ഇതിലെ ആദ്യത്തെ ബുള്ളറ്റ് എന്ത് ചെയ്തു? ഇതിലെ ബുള്ളറ്റ് കൊണ്ട് നീ ആരെയാ തീർത്തത്? ഒരസ്ഥികൂടം കണ്ടെത്തിയ കഥ ഞാനും കേട്ടു. നിന്റെ കാണാതെ പോയൊരമ്മാവന്റെ. ആ അസ്ഥികൂടത്തിന്റെ കൈപ്പത്തിയിലും ഒരു ബുള്ളറ്റ് തറച്ചിരുന്നു അല്ലേ? ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാം അത് തന്നെയാണോ ഇതെന്ന്. എനിക്കറിയില്ല ഇതൊന്നും. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഒരു ബുള്ളറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. താൻ എന്താ ഈ കാണിച്ചേ? തന്നോട് ഒരു അറസ്റ്റ് ചെയ്യാൻ ആരാ പറഞ്ഞത്? സാർ, അത് പിന്നെ കളക്ടറുടെ ഉത്തരവ് SP പ്രത്യേകം വിളിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹാൻഡ്കഫിന്റെ കീയോടെ സാർ അത് പോയി എടുത്തോണ്ടാ. ശരി സാർ. സോറി മാഡം, ഞാനിത് അറിഞ്ഞിരുന്നില്ല. കളക്ടർ SP-യും സ്കൂളിലെ പ്രശ്നത്തിൽ ഇടപെട്ടു. അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. പേടിക്കണ്ട, ഞാൻ എല്ലാം ഡീൽ ചെയ്തോളാം. രാജീവ്, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. ദയവ് ഇതെന്നെ റിമാൻഡ് ചെയ്യരുത്. മാഡം, ഇതെനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. കളക്ടർ SP ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് അതൊന്നും എനിക്കറിയണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ചെയ്യണം. ആർക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. രാജീവിന് എന്ത് വേണമെന്ന് രാജീവ് പറഞ്ഞാൽ മതി. പ്ലീസ് രാജീവ്, എന്നെ രക്ഷിക്കണം. നമ്മൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. സാർ, താൻ പോയോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിച്ചോളാം. ശരി സാർ. മാഡം, ബുദ്ധിയുള്ളവനും പണമുള്ളവനും അധികാരമുള്ളവനെ കൂടെ നിർത്തും. മാഡം അത് ചെയ്തില്ല. ഐം സോറി രാജീവ്. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണം. ഇതിനകത്തിരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാഡത്തിന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജീവ് പറയേ. കളക്ടറോട് SP-യോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് മാഡത്തിന് അറിയാലോ. അറിയാം, അത് ഞാൻ ഉടനെ ചെയ്യാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ മാഡം. നേരത്തെ മാഡം കീറിക്കളഞ്ഞ എഗ്രിമെന്റ് 30% ആയിരുന്നു. ഇപ്പോ അതല്ല എന്റെ ഡിമാൻഡ്. 45%. 45%?
ഇമ്പോസിബിൾ. ഇതിൽ ബാർഗൈനിങ് ഒന്നുമില്ല മാഡം. ഞാൻ ഒരുപാട് പേരെ സെറ്റിൽ ചെയ്യണം മാഡത്തിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ. സോ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ പ്രതിഫലം കൂടണ്ടേ? ഞാൻ പറഞ്ഞ സമ്മതമാണെങ്കിൽ മാഡം ഇവിടെ നിന്ന് ഇപ്പൊ പുറത്തു പോകും, അല്ലെങ്കിൽ ജയിലിൽ പോകും. സമ്മതം. ആ തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. പുറത്തിറങ്ങിയിട്ട് എന്ത് വേണമെന്ന് പിന്നീട് ആലോചിക്കാം. ഞാൻ വെച്ചോളാം. സൈലൻസ്. എന്താ മോളെ, പേടിച്ചു പോയോ? സാരില്ല കേട്ടോ, പേടിക്കണ്ട. അമ്മതേ മോളിങ്ങനെ ചേർത്ത് പിടിച്ചോളാം. ആ പോലീസുകള് ഇനിയും വരുമോ അമ്മേ? ഇല്ല മോളെ, ഇനി ആരും വരില്ല. അഥവാ വന്നാ തന്നെ അമ്മ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അതും പോരെങ്കിൽ മോളുടെ അച്ഛൻ വലിയ അഡ്വക്കേറ്റ് അല്ലേ, മോളെ തൊടാൻ പോലും ആർക്കും ധൈര്യം വരില്ല. അമ്മേ, അത് യഥാർത്ഥ തോക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. കുട്ടികളാവുമ്പോ ഇങ്ങനെയൊക്കെ ചില കുസൃതികളൊക്കെ കാണിക്കും. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കുട്ടികളാവുന്നേ? അതുകൊണ്ടല്ലേ പ്രിൻസിപ്പലും ടീച്ചർമാരും ആരും നിങ്ങളെ വഴക്ക് പറയാതിരുന്നതും. അമ്മയുടെ നെഞ്ചിന്റെ ചൂട് പറ്റിക്കിടക്കുമ്പോ മോളുടെ പേടിയൊക്കെ പതുക്കെ ആവിയായി പോവും. നമുക്ക് മുറി പോയി കിടക്കാം. അച്ഛൻ ഇപ്പൊ വരും അമ്മേ? അച്ഛ ഇപ്പൊ വരും. മോള് ബാ, നമുക്ക് കിടക്കാം. ഇരിക്ക. സ്കൂളിൽ നടന്നൊക്കെ ഒരു സ്വപ്നം കണ്ടതാന്ന് മോള് വിചാരിച്ചാ മതി. കേട്ടല്ലോ? കണ്ണടയ്ക്കുമ്പോ ആ വെടിയുടെ ശബ്ദം കേൾക്കുക. എനിക്ക് പേടിയാവുന്നമ്മേ. അയ്യോ, അമ്മ അച്ഛനെ ഒന്ന് വിളിക്കോ? മോള് പേടിക്കണ്ട, അമ്മ അച്ഛനെ വിളിക്കാട്ടോ. മോളെ, ദേ അച്ഛൻ വന്നല്ലോ. അച്ഛാ, എന്തു പറ്റി? മോളെന്ന് ഉറങ്ങാഞ്ഞ്? മോളാകെ പേടിച്ചിരിക്ക. എന്തിന്? ഇരുന്നേ. മോളെ അച്ഛനില്ലേ ഇവിടെ? എന്റെ കുഞ്ഞിനെ തൊടാൻ ആരെങ്കിലും വന്ന അച്ഛൻ അവരെയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കൂലേ? അവര് അച്ഛനെ വെടിവെച്ച് കൊല്ലോ? എവിടുന്ന്? അതിനു മുമ്പ് അച്ഛൻ അവരെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കൂലേ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അച്ഛാ.